സാത്വിക ഫുഡ്, സാത്വിക് ഫുഡ് എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ശരിക്കും സാത്വിക് ഫുഡ്? ഞാൻ കുറച്ച് അനുഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ കറങ്ങിറങ്ങുന്ന വ്യക്തിയായിട്ടാണ്. അപ്പൊ എന്തിനാണ് സാത്വിക ഫുഡ് എന്നുള്ളത് ഈ ആദ്യം ഓരോന്നിന്റെ പർപ്പസ് മനസ്സിലാക്കണം. രാജസ ഫുഡ്, താമസ ഫുഡ്, സാത്വിക ഫുഡ്, ഈ 3 കാറ്റഗറിയിലുള്ള ഫുഡുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. സാത്വിക ഫുഡ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ചിന്തിക്കും. അത് ഓരോരോ സാത്വിക ഫുഡ് ഉപയോഗിക്കുന്നവർക്ക് തന്നെ, സാത്വിക ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് സാത്വിക ഫുഡ് ഉപയോഗിക്കുന്നവർ തന്നെ പല വിധത്തിലുള്ള കാറ്റഗറി. എന്താണ് പർപ്പസ് സാത്വിക് ഫുഡ്? അതിൻ്റെ അഡ്വാൻറ്റേജ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ റിസൾട്ട്, പിന്നെ അതിനെങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല. ഞാൻ എന്തൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടോ അതൊന്നും ഒരു ജന്മം കൊണ്ട് തീരില്ല. ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം തുടങ്ങിയത് തന്നെ നമുക്കൊരു കേസ് വന്നു പോലീസ് സ്റ്റേഷനിൽ. ആ കേസ് അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ സംസാരം തുടങ്ങുന്നത്. ആ കേസ് ഒരു ജന്മം കൊണ്ട് തീരുമെന്ന് വെച്ചാൽ തീരാൻ പോണില്ല. കാരണം അത് വലിയ കേസായി മാറിയിരിക്കും. അപ്പൊ അത് നടക്കട്ടെ, അതങ്ങനെ മുന്നോട്ട് പോട്ടെ. പിന്നെ ബ്രഹ്മകുമാരീസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതും ഈ ഒരു ജന്മം കൊണ്ട് തീരും തോന്നുന്നില്ല. പക്ഷെ ഞാൻ അതിൽ ഒരു 5000 എപ്പിസോഡ് വരെ മാക്സിമം ചെയ്യുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. ഇനി സാത്വിക ഫുഡ്, സാത്വിക ഫുഡിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ, ഞാൻ ഈ ബ്രഹ്മകുമാരീസിന്റെ ചില വീഡിയോസ് ഒരു പേരിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ വ്യൂവേഴ്സ് ഒന്നും. ഞാൻ ഇപ്പോൾ അടുത്ത് സാത്വിക് ഫുഡ്, അതിന് ഇംഗ്ലീഷിലും സാത്വിക് ഫുഡ്, അതേപോലെ മലയാളത്തിൽ സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭവങ്ങളൊക്കെ ഇലയിൽ വിളമ്പുന്നതും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ആയിട്ട് 500 പേര് കണ്ടു. മറ്റേതാകെ 3-4 പേരെ കാണുന്നുള്ളൂ. ഇത് 500 പേര് കണ്ടു. ഈ 500 പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇല്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ സാത്വിക് ഫുഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ പറയും. അത് എൻ്റെ ഈ പ്രായത്തിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഓരോ ഏജ് കൂടും തോറും അതിൽ ക്ലാരിഫിക്കേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ഏജിൽ ഒരു കാര്യം പറയണം, അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഏജ് കൂടണം. ഏജ് കൂടുമ്പോൾ അനുഭവം കൂടും. അനുഭവം കൂടുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വീണ്ടും കൂടും. ഇപ്പം എനിക്ക് വയസ്സ് 38. അപ്പൊ സാത്വിക ഫുഡ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങിയത് കുറേ മുന്നേ. അപ്പൊ ഞാൻ കണ്ണാട അയച്ചു വെച്ചു. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് ധരിച്ചത് എന്തിനു വേണ്ടിയിട്ട്? ഇച്ചിരി ഗ്ലാമർ ആയിക്കോട്ടെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്ലാമർ ആയിക്കോട്ടെ എന്നുള്ള ഇതിൽ തന്നെ. കാരണം എന്തായാലും പറയുന്ന അതിന് വേണ്ടിയിട്ട്, ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പ് ആയിട്ട് വന്നതല്ലേ. കുഴപ്പമില്ലാത്തൊരു ഷർട്ട്, കുഴപ്പമില്ലാത്തൊരു പാൻറ്, പിന്നെ ഷൂ, കയ്യൊറ, ഇതൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ ആയേക്കാം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ് പറയണം. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും കൂളിംഗ് ആക്കുന്ന ഗ്ലാസ്സാണ്. കണ്ണിന് കൂളിംഗ് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂളിംഗ് ഒന്നുമില്ല. അത് ഏത് കളറാണെങ്കിലും പറയുന്നത് കൂളിംഗ് ഗ്ലാസ്സിന്. ഇതിൻ്റെ അർത്ഥങ്ങൾ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് പോയാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ കൂളിംഗ് ഗ്ലാസ് ഉള്ളത് മമ്മൂട്ടി സാർ എന്നാണ്. പിന്നെ എന്താ കയ്യുറ. ഈ കയ്യുറയുടെ അഡ്വാൻറ്റേജ് ആണ് നോക്കുന്നത്. നമ്മൾ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ് നോക്കും. ഞാനൊന്ന് ഊട്ടി പോയപ്പോൾ വാങ്ങിയൊരു സംഭവമാണ് കയ്യുറ. ഇപ്പം എൻ്റെ കൈ വേർത്തു. പക്ഷെ അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് ഭയങ്കര തണുപ്പ്, പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞാൻ ഈ സാത്വിക ഫുഡ് ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്ന്
എനിക്കൊരു രക്ഷയില്ല, തണുപ്പിനെ എനിക്ക് പ്രതിരോധിക്കാനേ പറ്റണില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വേഗം ഒരു കയ്യറ് വാങ്ങി. അതുപോലെ തന്നെ ഒരു ഷാളും വാങ്ങി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിൻ്റെ ബാക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് നമ്മൾ സാത്വിക ഫുഡിനെ പറ്റിയൊന്നും കൂടുതൽ സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ സാത്വിക ഫുഡ് അന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാക്ടിക്കലാക്കി നോക്കണേ ഉള്ളൂ. ഇപ്പം പ്രാക്ടിക്കലാക്കി നോക്കി അതിൻ്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇന്ന് എനിക്ക് മനസ്സിലാക്കിയതല്ല, ഒരു 2 വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ക്വാളിറ്റി എൻ്റെ ബോഡിയിൽ ഇപ്പോൾ വരണം. 2 വർഷം കഴിഞ്ഞാൽ കൂടുമോ കുറയോ അത് ഞാൻ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിൽ ഗുണം ഉണ്ടായിരിക്കാം, ദോഷം ഉണ്ടായിരിക്കാം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഞാനത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചർച്ച ചെയ്യും. മീൻസ് ചർച്ച ചെയ്യല്ല, പോസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ എപ്പോഴാണ് ഈ സാത്വിക ഫുഡ് കഴിച്ചത്? സാത്വിക ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. സാത്വിക് ഫുഡ് ഞാൻ അങ്ങനെ ഞാൻ ജനിച്ചന്ന് മുതൽ കഴിച്ചിട്ടൊന്നുമില്ല. താമസ ഫുഡ്, രാജസ ഫുഡ്, ഇതിലൊക്കെ വെറൈറ്റി കാറ്റഗറീസ് ഉണ്ട്. താമസ ഫുഡാണെങ്കിലും രാജസ ഫുഡാണെങ്കിലും സാത്വിക ഫുഡാണെങ്കിലും വെറൈറ്റി കാറ്റഗറി. എന്തിനു വേണ്ടിയാണ്? അഡ്വാൻറ്റേജ് ആണ് ആദ്യം നോക്കുന്നത്. യെസ്, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2-3 അഡ്വാൻറ്റേജാണ്. ഒന്ന്, സുഖം. രണ്ടാമത്തത് സുഖം. മൂന്നാമത്തത് സുഖം. സുഖമായിരിക്കുക, സുഖമായി നടക്കുക, സുഖമായി യാത്ര ചെയ്യുക. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അതിലിപ്പോൾ ഈ സാത്വിക ഫുഡിന്റെ ഒരു കാറ്റഗറി എടുത്തു നോക്കുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വെൽ പ്രിപ്പേർഡായിട്ട് ഒരു സാധനമായിട്ടും വരാറില്ല. വന്നങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിലിപ്പോൾ അഡ്വാൻറ്റേജസ് കുറച്ചും കൂടെ കൂടുതലാവാട്ടാ. അതിന് കുറച്ച് കാലങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിനൊന്ന് റിസർച്ച് ചെയ്ത് അതിൻ്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അഡ്വാൻറ്റേജസ് ആണെങ്കിലും ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിലും അതിൽ ഗുണവും ദോഷങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യണം. ഒരു സയൻറ്റിസ്റ്റ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് അബ്ദുൽ കലാം. അദ്ദേഹമാണ് ISROയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ ഈ വിക്രം സാരാഭായും നമ്മുടെ അബ്ദുൽ കലാം സാറും കൂടെ സൈക്കിളിൽ റോക്കറ്റ് കൊണ്ടുപോകുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്ന് അതിന് എത്രത്തോളം സ്ട്രഗിൾ എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അന്ന് ഗവൺമെന്റ് പെർമിഷൻ കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എന്താ ഒരു ചെറിയ കാലാവസ്ഥ നിരീക്ഷണ റോക്കറ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഇതായിട്ടൊക്കെയാണ് ആദ്യത്തെ ഇത്. അപ്പോൾ ആദ്യം തന്നെ വലിയ റോക്കറ്റൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അവര് അത് ചെറുതായിട്ട് ചെയ്ത് ഭാരതത്തിന് ഓരോരോ കാര്യങ്ങൾ ഉപകാരമുണ്ടാകുന്ന വിധത്തിൽ ചെയ്ത് വലിയ നേട്ടം തന്നെ നമുക്ക് ISROക്ക് നേടിത്തന്നിട്ടുണ്ട്. പക്ഷെ നാസേൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. നാസ 2030 ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്പേസ് സ്റ്റേഷനെ താഴത്തേക്ക് ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ 2035 ഒരു സ്പേസ് സ്റ്റേഷനെ മേലേക്ക് കയറ്റി സെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടേ ഉള്ളൂ ISRO. ഏകദേശമൊക്കെ എന്തൊക്കെയോ സെറ്റായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇന്നലെ ഒരു ചെറിയ ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി. ഇന്ത്യ എത്രയോ പിറകിലാണ് പല കാര്യങ്ങളും. പക്ഷെ ഇന്ത്യയിലേക്ക് കണ്ണ് നട്ട് നിൽക്കുകയാണ് മറ്റു രാജ്യങ്ങളൊക്കെ. ഇന്ത്യ പല കാര്യങ്ങളിലും പിറകിലാവാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പലതും കട്ടുകൊണ്ടുപോയി. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പൊ ഈ ഓർമ്മക്കുറവ് പറഞ്ഞു നിർത്തിയ എവിടെയില്ല. വിദേശികൾ പല സംഭവങ്ങളും കട്ടുകൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മറ്റ് എപ്പിസോഡുകളിൽ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതം വളരെ ബാക്കിലാണ് പല കാര്യങ്ങളും. പക്ഷെ ഏതൊരു മേഖലയിൽ പോയി നോക്കിയാലും എവിടെ പോയി നോക്കിയാലും ഒരു മലയാളീനെ കാണുമെന്നാണ് പറയാം.
ശരിക്കും ശരിക്കും എല്ലാ മേഖലകളിലും മലയാളി ഇല്ലെങ്കിലും ഒരു ഇന്ത്യ ഉണ്ടാവും. അത് ഹിന്ദിക്കാരനായാലും ശരി, കന്നഡക്കാരനായാലും ശരി, ഏതൊരു വിധത്തിലാണെങ്കിലും ഒരു ഇന്ത്യക്കാരുണ്ടാവും. ഏത് രാജ്യത്ത് പോയാലും ഇപ്പം ഉണ്ട്. അതായത് സയന്റിസ്റ്റുകളായിട്ടുണ്ടായിരിക്കാം, ഡോക്ടേഴ്സിന്റെ ലെവലിൽ ഉണ്ടായിരിക്കാം. ഇന്ത്യക്കാര് ഭരിക്കുന്നുണ്ട് പുറത്ത്, ബ്രിട്ടനിലോ അതോ എവിടെയോ ഒരു സ്ഥലത്തൊക്കെ എന്തോ ഒരു വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ ഇന്ത്യ ഇന്ന് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അധപ്പതിച്ച് കിടക്കുകയാണ്. ഈ അധപ്പതിച്ച് കിടക്കാനുള്ള മെയിൻ കാരണം ഇന്ത്യക്കാർ തന്നെയാണ്. എല്ലാവരും അധപ്പതിച്ച് കിടക്കണമെന്നില്ല, പോകേണ്ടവർ പോകുന്നുണ്ട്. ഏത് രാജ്യത്താണോ പോകേണ്ടത് അവിടെ പോയിട്ട് അവർക്ക് വേണ്ട അവരുടെ അംബീഷൻസ് അത് അവര് ക്യാച്ച് ചെയ്ത് അവരുടെ അംബീഷൻസ് സാക്ഷാത്കരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ അംബീഷൻസ് ഉണ്ടായിരിക്കും. എനിക്കൊരു അംബീഷൻ ഉണ്ട്. ഇപ്പൊ സാത്വിക ഫുഡിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതില് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അംബീഷൻസ് സാക്ഷാത്കരിക്കുക എന്നുള്ളത്, അത് വിത്തിൻ ടൈം. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പറയുന്നതല്ല. അപ്പൊ ഇതൊന്നും കൂടെ പറഞ്ഞ് പിന്നെ അതിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഞാൻ ഒന്നോ രണ്ടോ പറഞ്ഞാലും അതില് കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരിക്കാം. എപ്പോ ഒരു കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ എനിക്ക് ലഭിക്കുമ്പോൾ. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് താമസ ഫുഡ് കഴിച്ചിട്ടുണ്ട്, താമസം. അതേപോലെ രാജസ ഫുഡും കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാത്വിക ഫുഡിലേക്ക് അങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കും. ചെറിയ സംഭവമൊന്നുമല്ല സാത്വിക ഫുഡ് എന്ന് പറഞ്ഞാൽ, ചെറിയ സംഭവമൊന്നുമല്ല. അതിൽ കാറ്റഗറി ഉണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സാത്വിക ഫുഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല സാത്വിക ഫുഡ്. അതിലൊരുപാട് കാറ്റഗറി ഉണ്ട്. എനിക്കൊരു 24 hours വീഡിയോ എടുത്തിട്ട് ഇതാണ് സാത്വിക ഫുഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ കൂടെ 24 hours ഒരാൾ വന്നു നോക്കിയ 24 hours എൻ്റെ കൂടെ ഒരാൾ വന്നു നോക്കിയ ആൾക്ക് ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അതായിരിക്കില്ല സാത്വിക ഫുഡ്, സാത്വിക രീതി അതായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് ആരാണോ പോണത്, ആരൊക്കെയാണോ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അവരുടെ കൂടെ ഒരുപാട് സമയം ഫോളോ ചെയ്താലേ ഈ സംഭവത്തെ പറ്റിയിട്ട് കുറച്ച് ക്ലിക്ക് ആവുള്ളൂ. കുറച്ചല്ല, കുറച്ചധികം. പക്ഷെ ഇന്നിപ്പോ ഒരു സയന്റിസ്റ്റ് ISRO വന്നു എന്ന് വെക്കുക. ആ ഒരു സയന്റിസ്റ്റിന് ഇനി പോയി സൈക്കിളില് റോക്കറ്റ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇച്ചിരി നേരം വൈകിയത് കൊണ്ട് പല പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് വീഡിയോ എടുക്കുന്നത് ഞാനൊന്ന് കട്ട് ചെയ്ത് വരികയാണ്. എന്നിട്ട് പക്ഷെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒറ്റതാക്കിയിട്ട് വിട്ടുതരാം കേട്ടോ, ക്യാപ്സ്. അപ്പൊ ഈ സാത്വിക ഫുഡിനെ പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപോലെ പോയിട്ട് പ്രാക്ടിക്കൽ ആക്കാനൊന്നും നോക്കണ്ട, ആരും നോക്കണ്ട. അതിന് അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്രാക്ടിക്കലാക്കി നോക്കാം. അത് ബോഡിക്ക് അപകടമില്ലാത്ത വിധത്തിൽ. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ഇതിന് പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറെ എനിക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട്. അപ്പോൾ എന്താണ് ഒരു അഡ്വാൻറ്റേജ് സാത്വിക ഫുഡിന്റെ? ഒന്ന്, വ്യക്തമായ സമയത്ത് നമ്മുടെ പല കാര്യങ്ങളും, ജീവിത രീതിയിലുള്ള പല കാര്യങ്ങളും ഒരു വ്യക്തമായ സമയത്ത്, വ്യക്തമായ ടൈമിൽ, വ്യക്തമായ സന്ദർഭത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എനിക്ക് ഫുഡിന്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനില്ല, പൊട്ടനാണെങ്കിൽ കളക്ടറാവും. ഈ പഴഞ്ചൊല്ല് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള അച്ഛനാണ്. അപ്പോൾ ആ പൊട്ടനാണെങ്കിൽ കളക്ടറാവും എന്നുള്ള ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടന്മാർ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഫുഡ് വെജിറ്റേറിയൻസ് ആയിരിക്കും. പട്ടന്മാരിൽ തന്നെ പല ടൈപ്പ് വെജിറ്റേറിയൻസ് ഉണ്ട്, പല വിധത്തിലുള്ള വെജിറ്റേറിയൻസ് ഉണ്ട്. ബ്രാഹ്മണർ വെജിറ്റേറിയൻസ് ആണ്. ഈ ബ്രാഹ്മണരിൽ തന്നെ പല വെജിറ്റേറിയൻസ്. അതേപോലെ തന്നെ സാത്വിക ഫുഡ് എന്ന് പറഞ്ഞാൽ
വളരെ വളരെ വലിയ കാറ്റഗറിയാണ്. ചെറുതും വലുതും പല വിധത്തിലുള്ള കാറ്റഗറി. സാത്വിക ഫുഡാണെന്ന് പറഞ്ഞിട്ട് പ്രകൃതി ചികിത്സ പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് അവരവരുടെ ഫോളോ അപ്പാണ്, അതിനൊന്നും ഒരു തെറ്റുമില്ല, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സാത്വിക ഫുഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെ നമ്മുടെ അംബീഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങൾ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്. ആ ആഗ്രഹം കൃത്യമായ സമയത്തിട്ട് നമുക്ക് നേടിത്തരാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഫുഡ് എന്ന് ഞാൻ പറയും. എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു കുറച്ച് സമയം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫുഡ്. അപ്പൊ എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളെക്കാൾ ഉപരി എനിക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. ആദ്യം ഈ പ്രയാസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാം, എന്നതിൻ്റെ ശേഷം ആഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എങ്ങനെയാണ് ഈ പ്രയാസങ്ങൾ വന്നത്? കർമ്മങ്ങളാണ്, നമ്മൾ ചെയ്തു വെച്ച കർമ്മം. അപ്പൊ ഇതിൽ കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഖാനാകായ. ഭക്ഷണം കഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണ്. ആ കർമ്മം ചെയ്തു വെച്ചതിന്റെ ഫുൾ സിറ്റിങ്സ് ആണ് നമ്മൾ ബോഡി. 5 തത്വങ്ങളാൽ നിർമ്മിതമായ ബോഡി. അപ്പൊ അത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ വേറെ വേറെ വിഷയങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന്റെ മാത്രം കാര്യം എടുക്കാം. അപ്പൊ നമ്മൾ എന്താണോ സാത്വിക ഫുഡ് എന്നതല്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ സാത്വിക ഫുഡിനെ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് എനിക്ക് എത്രത്തോളം എൻ്റെ ലക്ഷ്യങ്ങളെ സഫലീകരിച്ചു തരുന്നുണ്ട് എന്നതിൻ്റെ ആധാരം. അതിന് ഞാൻ കഴിക്കേണ്ടതായ ഫുഡ്. സാത്വിക ഫുഡ് പലർക്കും പല വിധത്തിലായിരിക്കും. ഉള്ളിട്ടിട്ട് നാച്ചുറോപ്പതിയിൽ സാത്വിക ഫുഡ് എന്ന് പറഞ്ഞിട്ട് നാച്ചുറോപ്പതിയിൽ ഒരു ഡോക്ടർ കേട്ടോ ഫുഡ് സാത്വിക ഫുഡ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. അത് അവരുടെ രീതിയിലുള്ള സാത്വിക ഫുഡ്. ഉള്ളി ഇടാതെ നാച്ചുറോപ്പതിയിൽ അനവധി വിധത്തിൽ സാത്വിക ഫുഡിനെ പറ്റിയിട്ട് പല വ്യക്തികളും പല ഡോക്ടേഴ്സും പല രീതിയിൽ അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അത് അവരുടെ രീതിയിൽ. ഇനി എനിക്ക് ഒരു ഡോക്ടറുണ്ട്. ഈ ഡോക്ടറെ അടുത്തുനിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നു. അത് എനിക്ക് എൻ്റെ അച്ചീവ്മെന്റ് ഇന്ന സമയത്തേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാത്വിക ഫുഡുണ്ട്. അത് ആണ് എൻ്റെ സാത്വിക ഫുഡ്. ഇത് കറക്റ്റായിട്ട് എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ പോലും പിടികിട്ടൂല. കാരണം ഈ സാത്വിക ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ, ബുദ്ധിയെ കൂടെ ക്ലിയർ ആക്കുന്ന സംഭവമാണ്. അപ്പൊ എൻ്റെ ബുദ്ധി എത്രത്തോളം ക്ലിയർ ആയി എന്നത് എനിക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. ദൈവം തമ്പുരാൻ തന്നെ അറിയുള്ളൂ. അപ്പൊ ഞാനത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോകും. അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വെള്ളം. സാത്വിക ഫുഡിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വെള്ളം. മാക്സിമം ശുദ്ധമായ വെള്ളം കുടിക്കുക. അപ്പൊ എൻ്റെ വീട്ടിൽ കിണറുണ്ട്, വേണ്ടത്ര വെള്ളമുണ്ട്, പക്ഷെ തീരെ ശുദ്ധമല്ല. സംഗതി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞ എല്ലാ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷെ വെള്ളം മഞ്ഞ കളറാണ്. അതെന്താ? ഇവിടെ പാടാണ്. പാടൻ ഏരിയയിൽ കരു വന്നുകൊണ്ടേയിരിക്കുന്നു മഞ്ഞ കളർ വെള്ളം. അതതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങനെ തന്നെ. പക്ഷെ ഞങ്ങളത് എന്ത് ചെയ്യും? ടാങ്കിലടിച്ച് അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫിൽട്രേഷൻ കഴിച്ച് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും എത്ര ഫിൽട്രേഷൻ കഴിഞ്ഞാലും ആ വെള്ളത്തിൻ്റെ മഞ്ഞ കളർ പോയിട്ടുണ്ടാവും, വെള്ള കളർ വന്നിട്ടുണ്ടാവും. വെള്ള കളർ പറഞ്ഞാൽ സുതാര്യമായ കളർ അങ്ങനെട്ടാ, അത് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ആയി എന്നത് എനിക്കറിയില്ല. കാരണം വെള്ളത്തിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. മഴവെള്ളമാണ് ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറയും. പക്ഷെ ഇപ്പൊ പെയ്യണ മഴ, എപ്പോൾ പെയ്യണ മഴയായാലും ശരി, ആ വെള്ളം എടുത്തിട്ട് നമുക്ക് അതേപോലെ ഉപയോഗിക്കാൻ നിന്ന് അതിലുണ്ടാവില്ലേ അശുദ്ധി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി ആ ലെവലിലാണ് ഇപ്പൊ കിടക്കുന്നത്. നേരെ മറിച്ച് ഒരു വാഹനം ഓടാത്ത, ആൾപ്പെരുമാറ്റമില്ലാത്ത, ഒരു അടുപ്പ് പോലും കത്തിക്കാത്ത ഒരു വലിയൊരു 10 ഏക്കർ ഏരിയന്റെ നടുവിൽ പോയിട്ട്
ഒരിച്ചിരി മഴവെള്ളമൊക്കെ ശേഖരിച്ചാൽ കുറച്ചും കൂടെ അത് കറക്റ്റ് ആയിക്കൊള്ളണം. നേരെ മറിച്ച് ഇവിടെ നിന്നോ അല്ലെങ്കിൽ അമേരിക്കന്നോ എവിടെ നിന്ന് ഈ സാധനം ശേഖരിച്ചു കഴിഞ്ഞാലും അതിൽ കാർബണിന്റെ അംശങ്ങളും മറ്റ് മൂലകങ്ങളും ഒക്കെ വളരെ മോശമായ മൂലകങ്ങളുണ്ടാവും. ഇതൊന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ 10 ഏക്കറിന്റെ ഉള്ളിൽ പോയാലും ശരി, ഈ മേഘത്തിലേക്ക് പോയത് ഇതിന്റെ ഫിൽട്രേഷൻ അല്ലേ, ഇവിടുത്തെ ഫിൽട്രേഷൻ അല്ലേ, അതിലും കാണും. ഭൂമി ആകെ വളരെ മോശമാണ്. അപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തയ്യാറായാൽ, ഓരോരുത്തർ തയ്യാറായാൽ ക്ലിയർ ആയിക്കോളും പതുക്കെ. ഇപ്പൊ തന്നെ പല പല സയന്റിസ്റ്റുകളും പല പല കാര്യങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. സാത്വിക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ബുദ്ധി ക്ലിയർ ആക്കാനും അവരുടെ അച്ചീവ്മെന്റ്സിന് ഗോൾസ് നേടാനും വേണ്ടിയിട്ട്. ഇപ്പൊ ചൈന, അമേരിക്ക, ഇംഗ്ലണ്ട്, എവിടെ നോക്കിയാലും അവരൊക്കെ അവരുടെ ഗോൾസുകൾ വിത്തിൻ ടൈമിന്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഇന്ത്യക്കാരും ഞാനാണെങ്കിലും എൻ്റെ പരിപാടി ഇത്ര തന്നെയാണ്. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ടാർജറ്റാണ്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എനിക്ക് എന്ത് കഴിക്കാൻ പറ്റും, അത് കഴിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിനെ ചേഞ്ച് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് എന്നെ സഹായിക്കുന്ന ഫുഡ്, അതിനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാത്വിക ഫുഡ് എന്ന് പറയാം. വേറൊരു വ്യക്തിനെ സംബന്ധിച്ച് ആ ആൾക്ക് ഉള്ള അച്ചീവ്മെന്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് സാത്വിക ഫുഡ് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വിശകലനം ചെയ്യാൻ പറ്റിയൊരു ഫുഡൊന്നുമല്ല. പക്ഷെ അതിന് ഇന്ന കാറ്റഗറി ഉണ്ട്. അതിന് എത്രത്തോളം ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യാമോ അത് അവരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള സാത്വിക ഫുഡായിരിക്കും. സാത്വിക ഫുഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ഭക്ഷണം, ശുദ്ധം, പവിത്രം, അങ്ങനെ തന്നെ പറയാം, പവിത്രമായ. അതിലേക്ക് എത്താൻ ഇത്രത്തോളം ഫിൽട്രേഷൻ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് കറക്റ്റ് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് അവരവരുടെ ബുദ്ധി ക്ലിയർ ആവും. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പഴയ ചൊല്ലുണ്ട്, പട്ടരിൽ പൊട്ടനില്ല, പൊട്ടനാണെങ്കിൽ കളക്ടറാവെന്ന് അറിയണില്ലേ, ആ ഒരു ചൊല്ല് പ്രാക്ടിക്കലാവും. ഒരുപാട് പറയാനുണ്ട്. സാത്വിക ഫുഡിൽ ഒന്ന് വെള്ളമാണ്, പിന്നെ ഭക്ഷണമാണ്, ശുദ്ധമായ ഭക്ഷണം. ഇവിടെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്നൊരു കാറ്റഗറി നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെജിറ്റേറിയൻ നമ്മളിന്ന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വല്ല പാറ്റയോ വന്നിട്ട് കറിയിലോ ചോറിലോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് നോൺ വെജിറ്റേറിയനായി. പക്ഷെ ഒരു പാറ്റ, പല്ലി അല്ലെങ്കിൽ മറ്റു ജീവികളൊന്നും അതിൽ വീഴാതിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഇച്ചിരി കോമൺ സെൻസ് ആർക്ക് വേണം? ഭക്ഷണം തയ്യാറാക്കുന്നവർക്ക് വേണം. തുറന്നു വെച്ച പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതല്ല, അടച്ചു വെച്ച് പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കണം. ഇന്ന് ഇളക്കി കൊടുക്കണ്ടേ, അപ്പൊ തുറക്കണം. അതിലേക്ക് പിന്നെ പ്രാണിയോ മറ്റോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു ചുറ്റുപാട് ക്ലിയർ ആക്കേണ്ടത് ആരുടെ കടമയാണ്? ഇതിന് ഭക്ഷണം തയ്യാറാക്കുന്നവരുടെ കടമയാണ്. കുറേ പറയാനുണ്ട്. സാത്വിക ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ശുദ്ധമായ ഭക്ഷണം, അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ വിത്തിൻ ടൈം ഗോൾ അച്ചീവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യം കയ്യോറിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചു, ഇപ്പോൾ ഷൂ അയച്ചിട്ടെ. കാരണം സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇറിറ്റേഷൻ. ഇതെനിക്കൊരു ശീലമുള്ള സംഭവമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയി നടക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചീവ്മെന്റ് ഉള്ളവനും സാത്വിക ഫുഡ് ഉപയോഗിക്കാം. ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. വാച്ച്, സ്മാർട്ട് വാച്ച് ഒക്കെ പറഞ്ഞാൽ എനിക്കൊരു ഇറിറ്റേഷൻ. കാരണം അത് വെച്ചുകൊടുത്ത് വേർത്ത്, അതാണ് എൻ്റെ ഇറിറ്റേഷൻ. പല സ്ഥലങ്ങളിൽ പല വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ സോക്സ്, സത്യം പറഞ്ഞ ഷൂ എന്ന് ഇട്ടിട്ട് ഞാൻ അങ്ങനെ പുറത്ത് പോകാറേ ഇല്ല. എനിക്കതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഒരു ജോലിക്ക് പോണ ഒരു വ്യക്തിക്ക് ഷൂ ഇട്ടിട്ട് പോണം, സോക്സ് ഇട്ട് പോകേണ്ടേ വേണം, പല കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടേ, ഷർട്ട് ധരിക്കേണ്ടേ വേണം, ഈ പാൻറ് ധരിക്കേണ്ടേ വേണം.
അവിടെ കാവ് മുണ്ടിട്ടിട്ടോ വളരെ ഫ്രീ ആയിട്ട് എന്താ പറയാ ഇരുന്നിട്ട് പോയിട്ട് ജോലി ചെയ്യാനൊന്നും കഴിയില്ല. അത് ഓരോരോ സ്ഥലങ്ങളിലും അവരവര് നിർദ്ദേശിച്ചിട്ടുള്ള വിധത്തിലുള്ള വസ്ത്രധാരണം കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അത് ഭാവിയിൽ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു ഭാരമാവാതെ ശ്രദ്ധിക്കണം. എൻ്റെ കാലിന് കുറേ കാലങ്ങളായിട്ട് ഒരു അലർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആ അലർജി ചൊറിച്ചിലായി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് ചെരുപ്പിൻ്റെ അലർജി എന്ന് പറഞ്ഞു. പല തരത്തിലുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നു അവസാനം എനിക്ക് തന്നെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ എൻ്റെ ഫുഡിനൊക്കെ മാറ്റി റെഡിയായി. ഇപ്പോൾ അത് പോയി. ഇനി അതിൻ്റെ പാടുകൾ പോകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ ഇപ്പോഴും അതിൻ്റെ പാടുകളുണ്ട്. അത് പോകണം. പ്രാക്ടിക്കലാക്കി ചെയ്യുന്ന സംഭവമാണ്. നമ്മളൊരു അസുഖം തൊലിപ്പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ പറഞ്ഞാൽ നല്ലതാണ്. തൊലിപ്പുറത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലൊരു അസുഖം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ രീതിയിലുള്ള എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ശരീരത്തിന് പറ്റുന്നില്ല. അപ്പൊ ശരീരം അതിനെ പ്രതികരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഭക്ഷണ രീതിയെ മാറ്റുക. അതുപോലെ മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കുക. മരുന്ന് കഴിക്കാതെ എന്നെ പോലെയൊക്കെ മരുന്ന് കഴിക്കാതെ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ മാറ്റാൻ ഇച്ചിരി തയ്യാറുള്ളവർ അങ്ങനെ ചെയ്യുക. അതല്ലാത്തവർ മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട്. പക്ഷെ അപ്പോഴും ആ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. വേഗം ക്ലിയർ ആവും. അതിൽ എന്തൊക്കെ കണ്ടന്റ് വേണം, ഏതൊക്കെ കണ്ടന്റ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, ഏതൊക്കെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് അപ്പൊ ആവശ്യമില്ല എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് അവനവന്റെ ശരീരത്തിന് അവനവന് മാത്രമേ അറിയുള്ളൂ. പലർക്കും പല രഹസ്യ അസുഖങ്ങളും ഇഷ്ടംപോലെ എന്താ സമയമാണ് ഇപ്പോൾ. രഹസ്യമായ അസുഖങ്ങൾ. ഈ രഹസ്യഭാഗങ്ങളിലെ അസുഖങ്ങൾ പോലും ഫംഗസ് ആണെങ്കിലും ബാക്കി ഈ പറഞ്ഞ എന്താ പറയാ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പ്രയാസമുള്ള വിധത്തിലുള്ള പല പല അസുഖങ്ങളുള്ള അതൊക്കെ മാറാൻ സിസ്റ്റം മാറ്റിയാൽ മതി. അവരവരുടെ സിസ്റ്റം. എനിക്ക് എന്ത് രഹസ്യാസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും പറഞ്ഞ പോലെ കല്യാണം കഴിച്ച വ്യക്തിക്കും അറിയുള്ളൂ. അവർക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച പങ്കാളിക്ക് ഇത് അറിയാൻ പറ്റില്ല എന്താണ് രഹസ്യ അസുഖം ഉള്ളതെന്നുള്ളത്. രണ്ടു വ്യക്തികൾക്കും. കാരണം അവര് ചിലരത് മറച്ചു വയ്ക്കും. ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും പല കാര്യങ്ങളും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനിപ്പോ ഏത് വിധത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ആ ഒരു പ്രശ്നം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ അലട്ടും. അപ്പൊ നമ്മുടെ ഗോള് ഞാൻ പറഞ്ഞ അച്ചീവ്മെന്റ് മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യം സഫലീകരിക്കുക എന്നുള്ളത്. അത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് സാത്വിക ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല. അവനവന്റെ ലക്ഷ്യം അഡ്വാൻറ്റേജ് നോക്കണം. ഈ അഡ്വാൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഘോരം പ്രസംഗിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ അഡ്വാൻറ്റേജ്, ഓരോ കാര്യങ്ങളിലുള്ള അഡ്വാൻറ്റേജ് കറക്റ്റ് ആയി തുടങ്ങി. മുഴുവനായി ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമം നടത്തി അത് സക്സസ് ആക്കും എന്ന എൻ്റെ ഒരു ഉറപ്പ്. അതാണ് എൻ്റെ ലൈഫിൽ കാണാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഗോൾസുകൾ കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ഞാൻ എവിടെയാണെങ്കിലും അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എവിടെയാണെങ്കിലും അത് യൂട്യൂബ് വഴി തന്നെ പോസ്റ്റ് ചെയ്യും. അത് കാണേണ്ടവർക്ക് കാണാം, കാണാതിരിക്കേണ്ടവർക്ക് കാണാതിരിക്കാം, നോ പ്രോബ്ലം. പക്ഷെ അതാണ് എൻ്റെ പാത്ത്. യൂട്യൂബ് വഴിയുള്ള ഈ പോസ്റ്റിംഗ് പോലും മാറ്റിയിട്ട് അത് ഞാൻ കുറച്ചും കൂടെ വേറെ, കാരണം യൂട്യൂബിലൊരു പരിധിയില്ലേ. ഇതാ അപ്ലോഡ് ചെയ്യല് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു റിസ്ക് ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് ചില സമയത്ത് കിട്ടുന്നത് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാം. എൻ്റെ തോട്ട്സ് പോലും എഴുതി വെക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതുപോലും ചെയ്യാൻ പറ്റിയ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇനിയിപ്പോൾ തോട്ട്സ് ഒന്നും ഇപ്പോൾ വേറെ ആൾക്കും പോകണില്ലെങ്കിലും ശരി, നമുക്ക് സംസാരിക്കാനുള്ളതും അതുപോലെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ളതും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും പോസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യേണ്ടത്. അതിലൂടെ വരുമാനം ആഗ്രഹമേ ഇല്ല, അതൊരാഗ്രഹമില്ല. യൂട്യൂബ് വഴിയിട്ട് വരുമാനത്തിൻ്റെ ഒരു ആഗ്രഹമില്ല. പക്ഷെ ഈ യൂട്യൂബ് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കലും പോസ്റ്റ് ചെയ്യലൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് വേറൊരു മാർഗം
മാർഗം ഉപയോഗിക്കാൻ തന്നെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അനുഭവത്തിന്റെ ആധാരത്തിൽ വേണ്ട കാര്യങ്ങൾ എങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ അനുഭവങ്ങൾ, ഞാൻ ഈ സാത്വിക ഫുഡ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് വന്ന അനുഭവങ്ങൾ, അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇനി അതിൽ എന്തൊക്കെ ഫോൾട്ടുകൾ ഉണ്ടോ, ഫോൾട്ടുകൾ ക്ലിയർ ആക്കി. കൂടുതലും ഫോൾട്ടുകൾ എനിക്ക് പറയേണ്ടി വരില്ല, കാരണം ഞാൻ ക്ലിയർ ആക്കി ഏകദേശം ചില കാര്യങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ ബേസിൽ കാര്യങ്ങൾ പറയാറുള്ളൂ. അപ്പൊ മെയിനായിട്ട് നോക്കേണ്ടത് സാത്വിക ഫുഡിൽ വെള്ളം തന്നെയാണ്. എത്രത്തോളം വെള്ളം ശുദ്ധമായത് കിട്ടുമോ അത് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം അവനവന്റെ ബോഡിയിൽ വന്നിട്ടുള്ള മാക്സിമം പ്രശ്നങ്ങൾ മാറും. പക്ഷെ അത് മാത്രം പോരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ വരും എപ്പിസോഡുകളിൽ ഇതിന്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് കോമന്റ് അതേപോലെ പറഞ്ഞ പോലെ നമുക്ക് തോന്നണമല്ലോ എത്ര വ്യൂവേഴ്സ് കണ്ടു, അതൊക്കെ നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ആരും കോമന്റ് ഇട്ടിട്ടില്ല വെച്ചിട്ട് ബേജാറാവണ്ട. ഞാൻ എന്തായാലും ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇതിലിടുന്നതായിരിക്കും. അത് സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഇടും. അപ്പോൾ നമ്മുടെ ബ്രഹ്മകുമാരീസുമായിട്ടുള്ള ജ്ഞാനോ അതല്ലെങ്കിൽ എനിക്കറിയാവുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളോ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തന്നെ നമ്മൾ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പിന്നെ സൂര്യൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ പുറകെ ഭൂമി ഓടിക്കൊണ്ടേയിരിക്കുന്നു, മറ്റു ഗ്രഹങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതും എനിക്കറിയാം, പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതിൽ പറയുന്നത് ഭക്ഷണത്തിന്റെ രീതി മാത്രം. സാത്വിക ഫുഡ് അത് എനിക്ക് അനുഭവപ്പെട്ട സംഭവങ്ങൾ, ചെറിയ ചെറിയ സമയം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ. ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കാനും അതുപോലെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അച്ചീവ്മെന്റ്സ് ആണ്. പണമാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സ് അല്ല. ആവശ്യം ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം തന്നെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ. ഒരു അസുഖം വന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ അസുഖം ഒന്ന് മാറിക്കിട്ടണം എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ അസുഖമാണെങ്കിൽ വലുത്, വലിയ അസുഖത്തിന് വലിയ ബുദ്ധിമുട്ടുന്ന ചെറുതായിട്ടൊന്ന് ഒരു ആശ്വാസം കിട്ടണമെന്ന്, ചെറിയ അസുഖമാണെങ്കിൽ അത് മുഴുവനായിട്ട് ആശ്വാസം കിട്ടണം. ഇത്രയെല്ലാം ചിന്തകളാണ് ഓരോരുത്തർക്കും പോകണം. ഇതൊന്നും ഇല്ലാത്തവന് പല പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ഉണ്ടാവുക. അപ്പൊ എനിക്കൊരു ഗോളുണ്ട്, എനിക്ക് പ്രയാസങ്ങളുണ്ട്, എനിക്ക് അസുഖങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്നെ ക്ലിയർ ആക്കുന്ന ഈ കാര്യം സാത്വിക് ഫുഡിലൂടെ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യാം. അതിന്റെ കാര്യങ്ങളുമായിട്ട് കൊമന്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ബാലൻസ്, കാരണം ഒരു കോമന്റ് കിട്ടുമ്പോൾ ആ കോമന്റിന്റെ ആധാരത്തിൽ ഒന്നുകൂടെ തോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാവും. എന്തൊരു ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അത് എനിക്കുള്ള ഉത്തരമായിരിക്കില്ല വേറൊരാൾക്കുള്ള ഉത്തരമായിരിക്കില്ല വേറൊരാൾക്ക്. ക്വസ്റ്റ്യൻസ് പലതാണെങ്കിലും അതിന് ഒറ്റവാക്കിലുള്ള ഉത്തരം തന്നെയല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്, ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിനൊരു ഉത്തരമുണ്ട്. അതിപ്പോ ഇനി ആര് പറഞ്ഞാലും ഒരു ഉത്തരവുണ്ട്. പക്ഷെ ആ മുഖ്യമന്ത്രിയെ പറ്റി അതേത് വർഷത്തിലാണ്, ആ സമയത്ത് എത്ര പേര് മത്സരിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് LDF ആണോ UDF ആണോ അതോ BJP ആണോ എന്നീ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് അറിയണമെന്നില്ല. പക്ഷെ അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയവന് ഇതെല്ലാം അറിയാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ. 1950 നമ്മുടെ കേരളം രൂപീകരിച്ചു. അപ്പൊ 1949 കേരളം ഇല്ലേ ഉണ്ട്. പക്ഷെ കേരളത്തെ കേന്ദ്രം അംഗീകരിച്ചു. ഇത് ഇന്ന രീതിയിൽ ഇത്ര സംസ്ഥാനങ്ങൾ അന്ന് വളരെ കുറച്ചുണ്ടായിരുന്നു. അത് പിന്നീട് ഡെവലപ്പായിട്ടാണ് ഇന്ന് ഈ 14 ജില്ലകളായി മാറിയിട്ടുള്ളത് കേരളത്തിൽ. ഈ കേരളത്തിൽ ആണ് നമ്മൾ മലയാളികൾ. ഈ മലയാളികൾ പല സ്ഥലങ്ങളിലും അതിബുദ്ധിമാന്മാരായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾക്കൊരു ഫുഡിന്റെ രീതിയുണ്ട്.
ചോറ് നന്നായി കഴിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ജപ്പാനിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചോറ്, കാർബോഹൈഡ്രേറ്റ് അങ്ങനെ തന്നെ പറയാലോ, അതിൻ്റെ അളവ് എത്രയോ കുറവാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷെ മലയാളികൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. തടിച്ച് പെരുമ്പ് ഊർപ്പ് വയറൊക്കെ നിറഞ്ഞ് ഒരു കുട്ടപ്പനായിട്ടൊക്കെയാണ് പലരും നിൽക്കുക. ചിലർ താടി വളർത്തിയിട്ട്, ചിലർ താടി വളർത്താതെ, പല വിധത്തിലായിരിക്കും. ഇതിനൊക്കെ കാരണം എന്താ? നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈൽ അതാണ്. അത് മാറ്റാൻ ആഗ്രഹമുള്ളവർ, നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന മലയാളികളുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളികളുണ്ട്. ഇന്നിപ്പോ വേറെ പറഞ്ഞ സുനിത വില്യംസ് ഇന്ത്യനാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇന്ത്യനും അമ്മ വേറെ ഏതോ ആണ്. പക്ഷെ ആ ഒരു ഇത് തന്നെ അവര് സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷ് മോശമെന്ന് പറയാനുണ്ട്. പക്ഷെ ഒരു കേരളത്തിലൊരു വ്യക്തി പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ വേഗം ക്ലിയർ ആക്കാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്, അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. എല്ലാവർക്കും പറ്റുന്നല്ല, പലർക്കും പറ്റും. ചിലർ കേരളത്തിൽ ജനിച്ചത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ചെറുപ്പം മുതലേ പുറത്തായിരിക്കും. അവർ ഇംഗ്ലീഷ് നന്നായിട്ട് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ഹിന്ദി ആണെങ്കിലും വളരെ ലാഘവത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നുണ്ടാവും. മലയാളം അവർക്ക് കുറച്ച് വീക്കായിരിക്കും. അത് ചിലരിതെല്ലാം ഉണ്ടാവും. മലയാളം നല്ല തന്മയത്വത്തോടു കൂടി, ഇംഗ്ലീഷ് നല്ല തന്മയത്വത്തോടു കൂടി, ഹിന്ദി നല്ല തന്മയത്വത്തോടു കൂടി, ഇനി ബാക്കി ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടോ അതൊക്കെ, ഫ്രഞ്ച് ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് ഈ ബോഡി ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ടത് ഈ ബുദ്ധിയാണ്. അത് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ തന്നെ പല വിധത്തിലുള്ള പല ജോലി ആർക്കും ചെയ്യാൻ പറ്റും. എനിക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, എവിടെ പുറത്താണെങ്കിൽ. അപ്പം ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. മലയാളം കൈകാര്യം ചെയ്യുന്ന നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്ക് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓൾ സാലറി കിട്ടും. പിന്നെ അങ്ങനെ പുറത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളി ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, ഈ പറഞ്ഞ പോലെ ഭരണാധികാരികൾ പോലും. ഇതൊക്കെ അവരവരുടെ ഭക്ഷണ രീതി, അവരവരുടെ അച്ചീവ്മെന്റ്, ആഗ്രഹങ്ങളാണ്. അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തും ആഗ്രഹമുണ്ടോ, എവിടെയാണോ പ്രോബ്ലം, ആ പ്രോബ്ലം ക്ലിയർ ആക്കാനുള്ള മനസ്സുണ്ടോ, മുന്നോട്ട് പോകുമ്പോൾ വിജയം നേടിയിരിക്കും. അപ്പോൾ സാത്വിക ഫുഡിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി കോമൻ്റൊക്കെ നോക്കിയിട്ട് അടുത്തടുത്ത കാര്യങ്ങൾ ബാക്കി ചർച്ച ചെയ്യും. ഇനി കോമൻ്റ് ആരും ഇട്ടിട്ടില്ലെങ്കിലും ബേജാറാവണ്ട. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാനിതിങ്ങനെ പതുക്കെ റെഡിയാക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണണ്ടേ, അതൊക്കെ കാണിച്ചു തരാം, പറ്റണ വിധത്തിൽ കാണിച്ചു തരാം.